നമസ്കാരം, ഞാൻ ശ്രാവൺനാഥ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 1998 മുതൽ ഇന്ത്യൻ നിരത്തുകളെ പ്രകമ്പനം കൊള്ളിച്ച ടാറ്റ സഫാരിയുടെ 2008 2.2 ഡൈക്കോർ വേർഷനാണ്. കഴിഞ്ഞ 26 വർഷമായി നമ്മുടെ രാജ്യത്തെ കാർ വിപണിയിൽ ടാറ്റ സഫാരി ഉണ്ട്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഓൾ വീൽ ഡ്രൈവ് SUV ആയിരുന്നു ടാറ്റ സഫാരി. 1998 3 ലിറ്റർ എഞ്ചിനിൽ പുറത്തിറങ്ങിയ ടാറ്റ സഫാരി 2007 കൂടി 2.2 ഡൈക്കോർ എഞ്ചിനിലേക്ക് മാറുകയായിരുന്നു. ഡൈക്കോർ എഞ്ചിന് ശേഷം വാരിക്കോർ എഞ്ചിനുമായി സഫാരി സ്ട്രോം എന്ന പേരിലും പിൽക്കാലത്ത് വിപണിയിൽ ഇറങ്ങി. ഇതിനിടയിൽ ഏകദേശം ഒരു 2005 കാലഘട്ടത്തിൽ സഫാരിയുടെ പെട്രോൾ മോഡലും ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കി. പക്ഷേ അതിന് വിപണിയിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചില്ല. ഓൾ വീൽ ഡ്രൈവിലും റിയൽ വീൽ ഡ്രൈവിലും ടാറ്റ സഫാരി ലഭ്യമായിരുന്നു. ആരും കൊതിക്കുന്ന രീതിയിലുള്ള ഒരു കരുത്തുറ്റ ഡിസൈനായിരുന്നു ടാറ്റ സഫാരിയുടേത്. ആ ഒരു ജനറേഷനിലെ എല്ലാവരുടെയും ഒരു സ്വപ്നവാഹനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അന്നത്തെ കാലത്ത് ഒരു ലക്ഷറി വണ്ടി ആയതിനാൽ ഇതിൻ്റെ സർവീസിനും മെയിൻ്റെനൻസിനും ഒക്കെ അത്യാവശ്യം കോസ്റ്റ് വരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഈ വണ്ടിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചില്ല. എന്നാൽ ഇന്നത്തെ ജനറേഷനിൽ ഇത്തരം വണ്ടികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. 2008 പുറത്തിറക്കിയ ഫുൾ ഓപ്ഷൻ ടാറ്റ സഫാരിയ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പവർ വിൻഡോൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ ആണ്. അതുപോലെ ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ്മെൻറ്റും AC വെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഡോറിൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു അടിപൊളി ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കി കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, നമുക്ക് പെട്രോൾ ഗേജ് തുറക്കാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ AC കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പോർഷനിലാണ് ഇവിടെ വരുന്നത്. 7 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ടാറ്റ സഫാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പിൻഭാഗത്തെ സീറ്റുകൾ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. അത് അത്ര വലിയൊരു യാത്രാസുഖം നൽകുന്ന സീറ്റുകളാണെന്ന് പറയാൻ തോന്നുന്നില്ല. എന്നെപ്പോലുള്ള ഒരാൾ കയറിയിരുന്നാൽ ഏകദേശം എൻ്റെ അത്ര ഹൈറ്റൊക്കെ ഉള്ളൊരു വലിയ ആൾക്ക് ഇതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ ബാക്കിൽ ഇരിക്കാൻ പറ്റൂ. ഏകദേശം 5.8 ഹൈറ്റ് വരുന്ന ഒരാളാണ് ഞാൻ ഇരുന്ന ഏകദേശം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതൊരു ദീർഘദൂര യാത്രയ്ക്ക് യോജിച്ച സീറ്റല്ല. സഫാരിയുടെ ഈ ഒരു നിരയിലെ സീറ്റിംഗ് വളരെ മികച്ചതാണ്. മുന്നിലെ സീറ്റ് അത്യാവശ്യം പിന്നോട്ടിട്ടാലും നല്ല ലെഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല യാത്രാസുഖമാണ് ഈ സീറ്റ് നൽകുന്നത്. അതുപോലെ ഇതിന് പിൻഭാഗത്ത് AC വെൻറ്റുകൾ വരുന്നുണ്ട്. 2 എണ്ണം താഴെയും വരുന്നുണ്ട്. പിന്നെ മേൽഭാഗത്തും AC വെൻറ്റുകൾ വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു വണ്ടി എടുത്താൽ ഇതിന് സർവീസ് ലഭിക്കുമോ, പാർട്സുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെയാണ് പലരുടെയും സംശയം. എന്നാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ടാറ്റ സഫാരിക്ക് ഇല്ലെന്ന് വേണം പറയാൻ. നിലവിൽ വലിയൊരു ഫാൻ ബേസ് ടാറ്റ സഫാരിക്ക് കേരളത്തിലുണ്ട്. കേരളത്തിലെ ടാറ്റ സഫാരി ഓണേഴ്സ് മാത്രമായുള്ള കിങ്ഡം ഓഫ് സഫാരി എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയും നിലവിലുണ്ട്. ടാറ്റ സഫാരി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഞങ്ങളാവുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഇനി ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.